പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 26 വരെ തിരുവചനങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രാർത്ഥന എന്നത് ദൈവപിതാവുമായുള്ള സ്നേഹ സംഭാഷണമാണെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവ തിരുമുമ്പിൽ ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് തിരുവചനം പ്രതിപാദിക്കുന്നത്. ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും എന്നത് മാത്രമല്ല, ക്ഷമയിലൂടെ പിതാവായ ദൈവം നമ്മുടെയും ജീവിതത്തിൽ തൻ്റെ അനന്തമായ കരുണയും ക്ഷമയും വർഷിക്കും. ക്ഷമയെന്ന മഹനീയ ദാനത്തെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ വാചാലതയോടെ പറഞ്ഞു വച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയത്തിന് ഉറപ്പു തരുന്ന പ്രകാശമാണ് കർത്താവിൻ്റെ ക്ഷമ. ആ ക്ഷമയിലൂടെ എൻ്റെ ജീവിതത്തിലെ അവ്യക്തതയും നിസ്സംഗതയും അലിഞ്ഞുപോയി എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത്. നമ്മുടെയും ജീവിതങ്ങളിൽ ഇനിയും അലിഞ്ഞു തീരേണ്ട പലതും ഇനിയും അവശേഷിക്കുന്നില്ലേ? അവയെല്ലാം അലിഞ്ഞ് ഇല്ലാതാകുന്നത് നമ്മളും പരസ്പരം ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കെ നമ്മളും ക്ഷമിക്കേണ്ട വ്യക്തികളെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറാം. ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കൊടുക്കാം. ക്ഷമയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.